മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി.കെ. ഫിറോസ് സാഹിബ് പാലക്കാട് നടത്തിയ തകർപ്പൻ പ്രസംഗത്തിന് ഒന്ന് കേട്ടു നോക്കൂ. അടിപൊളി പ്രസംഗം കേട്ടോ, ഇഷ്ടാവും. ഫുള്ളായിട്ടൊന്ന് സ്കിപ്പ് ചെയ്യാതെ കേട്ടോക്കെ. പാടി സൂപ്പറാ. വാർത്താ സമ്മേളനങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കാതിരുന്ന ഇന്ത്യയിലെ മാധ്യമങ്ങൾക്ക് രാഹുൽ ഗാന്ധിയുടെ വാക്കുകൾക്ക് ചെവിയോർക്കേണ്ടി വന്നു. ഇന്ന് ഇന്ത്യയിലെ സോഷ്യൽ മീഡിയ ഏറ്റവും അധികം ചർച്ച ചെയ്യുന്ന രാഷ്ട്രീയ നേതാവ്, ഇന്ത്യയിലെ യുവത്വം കേൾക്കാൻ ആഗ്രഹിക്കുന്ന രാഷ്ട്രീയ നേതാവ്, ഇന്ത്യയിൽ മാറ്റം ആഗ്രഹിക്കുന്നവർ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ശബ്ദം, അത് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടേതാണ്. ആ രാഹുൽ ഗാന്ധിയുടെ പോരാട്ടത്തിന് ശക്തി പകരുന്ന പാർട്ടിയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. അന്നും ഇന്നും നമ്മൾ എല്ലാ കാലവും എടുത്ത നിലപാടാണ് കോൺഗ്രസ് അല്ലാതെ ഒരു ബദലില്ല ഇന്ത്യയിൽ എന്ന് പറഞ്ഞ രാഷ്ട്രീയ പാർട്ടി. കോൺഗ്രസിന് ബദലുണ്ടാക്കാൻ പോയവരുണ്ട്, പക്ഷെ എല്ലാ കാലവും ലീഗ് പറഞ്ഞു കോൺഗ്രസിന് പോരായ്മകളുണ്ട്, പക്ഷേ കോൺഗ്രസിന് മറ്റൊരു ബദലില്ല. കോൺഗ്രസിനെ തകർത്താൽ ഈ രാജ്യത്ത് അധികാരത്തിൽ വരാൻ പോകുന്നത് RSS ആണ്, BJP ആണ്. ലീഗ് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് പറഞ്ഞത് ഇന്ന് ഇന്ത്യയിൽ യാഥാർത്ഥ്യമായി. ഇന്ന് ലീഗ് പറഞ്ഞത് വാക്കുകൾ അംഗീകരിക്കാൻ വേണ്ടി മറ്റു രാഷ്ട്രീയ പാർട്ടികൾ മത്സരിക്കുന്ന കാഴ്ചകൾ നമ്മൾ കാണുന്നു. നമ്മൾ അന്നും ഇന്നും പറഞ്ഞു നമ്മൾ ഇന്ത്യയുടെ പാർലമെന്റിൽ ഈ രാജ്യത്തെ മനുഷ്യർക്ക് വേണ്ടി പോരാടുന്ന നേതാക്കന്മാരുടെ കൂടെ നമ്മൾ നിൽക്കുന്നു. ഇന്ത്യയുടെ പാർലമെന്റിൽ മാത്രമല്ല, കേരളത്തിനകത്തേക്ക് വരും. ഈ നാട്ടിൽ ന്യൂനപക്ഷ വിരുദ്ധമായ, മനുഷ്യത്വ വിരുദ്ധമായ, ജനവിരുദ്ധമായ ഒരു ഭരണമാണ് പിണറായി സർക്കാരിന്റെ നേതൃത്വത്തിൽ നടക്കുന്നത് എന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. ഇത്രയേറെ ജനവിരുദ്ധമായ ഒരു ഭരണം നമ്മൾ മലയാളികൾ എന്തെല്ലാം അതിജീവിച്ചവരാണ്. മലയാളിക്ക് ഒരു പ്രാധാന്യമുണ്ട്, കേരളത്തിന് ഒരു പ്രാധാന്യമുണ്ട്. നമുക്കൊരു പ്രതിസന്ധി വന്നാൽ ആ പ്രതിസന്ധിയെ നമ്മൾ അതിജീവിക്കും. നിപ്പ വന്നപ്പോ ആ നിപ്പയെ നമ്മൾ അതിജീവിച്ചവരാണ്. കോവിഡ് വന്നപ്പോ ആ കോവിഡിനെ നമ്മൾ അതിജീവിച്ചവരാണ്. 2 തവണ പ്രളയം വന്നപ്പോ ആ പ്രളയത്തെ നമ്മൾ അതിജീവിച്ചവരാണ്. ആ അതിജീവിച്ച മലയാളി, ഒരു സംശയം വേണ്ട, നരേന്ദ്രമോദിയെ മാത്രമല്ല കേരളം ഭരിക്കുന്ന പിണറായി വിജയനെയും അതിജീവിക്കുക തന്നെ ചെയ്യുമെന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. ഈ നാട് അതിജീവിക്കും. അത്രയേറെ ജനവിരുദ്ധമായ ഒരു ഭരണമല്ലേ ഈ നാട്ടിൽ നടക്കുന്നത്? ന്യൂനപക്ഷ വിരുദ്ധമായ ഒരു ഭരണമല്ലേ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്? കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ട കാഴ്ച എന്താണ്? അങ്ങേയറ്റം വർഗീയത പറയുന്ന, വിഷം വമിപ്പിക്കുന്ന, വിദ്വേഷം വമിപ്പിക്കുന്ന പ്രസ്താവന നടത്തിയ ഒരു നേതാവിനെ മുഖ്യമന്ത്രിയുടെ കാറിൽ കൂടെ നിർത്തി യാത്ര ചെയ്യുന്നത് നമ്മൾ കണ്ടില്ലേ? നമ്മളൊരു സംഘടനയ്ക്കെതിരല്ല, ഒരു സമുദായത്തിനും എതിരല്ല. SNDPയും ഈഴവ സമുദായവും ഒക്കെ ഈ നാടിന്റെ പുരോഗതിക്ക് വഹിച്ച പങ്ക് ആർക്കും നിഷേധിക്കാൻ കഴിയില്ല. ശ്രീനാരായണ ഗുരുവിന്റെ പാതകളെ, ഏത് പാതയിലാണോ അദ്ദേഹം സഞ്ചരിച്ചത് അതിന് നേർ വിപരീതമായി സഞ്ചരിക്കുന്ന ഒരു വ്യക്തിയാണ് ഇന്ന് ആ സംഘടനയുടെ തലപ്പത്ത് നിൽക്കുന്നത്. അദ്ദേഹത്തിന്റെ എത്ര പ്രസംഗങ്ങൾ ഒരു ജില്ലയെ ആക്ഷേപിക്കുന്ന, ഒരു സമുദായത്തെ ആക്ഷേപിക്കുന്ന, അധികാരം മുഴുവൻ മലപ്പുറം ജില്ലയിലേക്കാണ് കൊണ്ടുപോകുന്നത്. തല്ലി പറഞ്ഞു വിടുന്നതാണ് 7 സുന്ദരരാത്രികൾ എന്ന നാടകമെങ്കിൽ ഇന്നത്തെ കാലത്തെ അഭിനവ പാഷാണം വർക്കിമാരെ ഈ മലയാള നാട് കൈകാര്യം ചെയ്യുക തന്നെ ചെയ്യുമെന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. നിങ്ങളെ ഈ തട്ടിപ്പൊക്കെ ഈ നാട് കൈയോടെ പിടികൂടും. എന്താ കാര്യം? കഴിഞ്ഞ 9 കൊല്ലമായി 10 കൊല്ലമായി ഈ നാട് ഭരിച്ചു കൊടുക്കുന്ന ഒരു സർക്കാരാണ് പിണറായി സർക്കാർ. ആർക്കാണ് നിഷേധിക്കാൻ കഴിയാം? ഞാൻ രണ്ട് കാര്യം പറയാം. കേരളം ലോകത്തിനു മുമ്പിൽ, രാജ്യത്തിനു മുമ്പിൽ തല ഉയർത്തിപ്പിടിച്ചിരുന്നത് 2 കാര്യത്തിലാണ്. ഒന്ന് വിദ്യാഭ്യാസ വകുപ്പ്, മറ്റൊന്ന് ആരോഗ്യ വകുപ്പ്. നിങ്ങൾ നോക്കൂ നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പിന്റെ അവസ്ഥ എന്താണ്? ഒരു കാലത്ത് കേരളം ലോകത്തിനു മുമ്പിൽ, ഇന്ത്യക്ക് മുമ്പിൽ തല ഉയർത്തിപ്പിടിച്ചത് വിദ്യാഭ്യാസ വകുപ്പാണെങ്കിൽ ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നാട്ടിൽ പോലും, അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ പോലും സ്കൂളുകൾ അടച്ചുപൂട്ടുന്ന വാർത്തകളാണ് ഓരോ ദിവസവും പുറത്തു വരുന്നത്. സ്കൂളുകളിൽ കെട്ടിടങ്ങൾ തകർന്നു വീഴുന്നു. കുട്ടികൾക്ക് സമയത്തിന് ചോദ്യപേപ്പർ കിട്ടുന്നില്ല, ചോദ്യപേപ്പർ ചോരുന്നു. കൃത്യസമയത്ത് ഒരു സർക്കാരായി കേന്ദ്ര ചികിത്സക്ക് അഴിമതിക്ക് ഒരു കുറവില്ല. നിങ്ങളറിയ ഈ റോഡിലൂടെ ഓടുന്ന 108 ആംബുലൻസ് ഇല്ലേ? സംസ്ഥാന സർക്കാരിന്റെ കീഴിൽ 317 ആംബുലൻസ് ഉണ്ട്. 1 കിലോമീറ്ററിന് എത്രയാണ് ഇത്രയും കാലം കേരളം ഭരിക്കുന്ന പിണറായി സർക്കാർ കൊടുത്തത്? ആംബുലൻസിന് 300-ൽ പരം രൂപ. ഏതാണ്ട് 250 കോടി രൂപയുടെ അഴിമതിയാണ് ഈ നാട് ഭരിക്കുന്ന സർക്കാർ നടത്തിയത്. ഞാൻ ചോദിക്കട്ടെ, സംസ്ഥാന സർക്കാരിന്റെ കീഴിൽ 317, 108 ആംബുലൻസ് ആണ് ഉള്ളതെങ്കിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ കീഴിൽ 400-ൽ പരം ആംബുലൻസുകളാണ് ഈ നാടൊക്കെ ഓടുന്നത്. നമ്മൾ എത്രയാ 1 കിലോമീറ്റർ വാങ്ങുന്നത്? നമ്മൾ പരമാവധി പോയാൽ 50 രൂപ.
അത് പാവങ്ങളുടെ കയ്യിൽ നിന്ന് സൗജന്യമായി അവർക്ക് ആംബുലൻസ് കൊടുക്കും. അല്ലെങ്കിൽ പകുതി പൈസക്ക് പരമാവധി പോയാൽ 1 കിലോമീറ്ററിന് 50 രൂപ. ഞാൻ ചോദിക്കട്ടെ, ഈ നാട് ഭരിക്കുന്ന സർക്കാർ ഗുജറാത്തിലെ ഒരു സ്വകാര്യ കമ്പനിക്ക് 108 ആംബുലൻസിന് 1 കിലോമീറ്റർ ഓടിയാൽ ഞാനും നിങ്ങളും കൊടുക്കുന്ന നികുതി പണത്തിൽ നിന്ന് 300-ൽ പരം രൂപ കൊടുത്തു. ഏതാണ്ട് 250 കോടി രൂപയാണ്. ഇപ്പൊ രണ്ടാമത് ടെൻഡർ എടുത്തപ്പോ അതിന്റെ നേർപകുതിയിൽ താഴെയായി. അതെങ്ങനെയാണ് നേർപകുതിയിൽ താഴെയാകുന്നത്? അപ്പൊ ഇത്രയും കാലം കൊടുത്തത് എത്ര രൂപക്കാണ്? ലീഗ് പറഞ്ഞില്ലേ ഞങ്ങൾ 50 രൂപ കൂടാം, ഞങ്ങൾ 40 രൂപ കൂടാം. ഈ പാവപ്പെട്ടവന്റെ നികുതി കൊള്ളയടിക്കുന്ന കോവിഡിന്റെ മറവിൽ പോലും PPE കിറ്റിന്റെ പേരിൽ, ഗ്ലൗസിന്റെ പേരിൽ ഈ രാജ്യത്ത് അഴിമതി നടത്തിയ ഭരണകൂടം ഏതാണെന്ന് ചോദിച്ചാൽ പിണറായി വിജയൻ സർക്കാരാണ് എന്നല്ലേ നമുക്ക് പറയാൻ സാധിക്കുക. ഈ നെറികെട്ട ഭരണം ഈ നാട്ടിൽ മുന്നോട്ട് പോകുമ്പോഴാണ് ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യാതിരിക്കാൻ വേണ്ടി എന്തിനാ ഈ പാലക്കാട് ഇന്ന് നമ്മൾ സമരം കണ്ടില്ലേ? ബ്രൂവറി ഡിസ്റ്റിലറി. ഈ പാലക്കാട്ടുകാർക്ക് വേണ്ടത് ബ്രൂവറി ഡിസ്റ്റിലറിയുമാണോ? ഇവിടെ കുടിവെള്ളത്തിന് പോലും പ്രയാസം അനുഭവിക്കുന്ന ഈ പാലക്കാട് ജില്ലയിൽ അടിയന്തരമായി കൊടുക്കേണ്ടത് ബ്രൂവറി ഡിസ്റ്റിലറിയാണോ? ഈ 9 കൊല്ലത്തിനിടയിൽ ഈ നാട് ഭരിക്കുന്ന സർക്കാർ ആകെ ചെയ്ത കാര്യം സ്കൂൾ കൊടുത്തോ ഇല്ല, സർവകലാശാല കൊടുത്തോ ഇല്ല, കോളേജ് കൊടുത്തോ ഇല്ല, ഒരു പുതിയ മെഡിക്കൽ കോളേജ് കൊടുത്തോ ഇല്ല. എന്നാലോ ഇഷ്ടം പോലെ ബാർ, 917 ബാറാണ്. പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം 917 ബാറാണ്. ഇനിയും ബാറുകൾ ഈ നാട്ടിൽ മുട്ടിൽ തുടങ്ങാൻ വേണ്ടി ബ്രൂവറി ഡിസ്റ്റിലറി അവിടെ ആരംഭിക്കാൻ പോവുകയാണ്. ഈ പാലക്കാട് ജില്ലാ മുസ്ലിം ലീഗിന്റെ സമ്മേളനം പറയുന്നു, എന്ത് വില കൊടുത്തും ഈ പാലക്കാടിന്റെ മണ്ണിൽ ബ്രൂവറി ഡിസ്റ്റിലറി തുടങ്ങാനുള്ള നീക്കത്തെ ചെറുക്കാൻ ഈ നാടുണ്ടാകും ഒറ്റക്കെട്ടായി, ഒരു സംശയം വേണ്ട. എന്നിട്ടോ കാഞ്ഞിരപ്പുഴയിൽ നിങ്ങൾ കണ്ടു ഈ പാലക്കാട് ജില്ലയിലെ മറ്റൊരു പദ്ധതി കാഞ്ഞിരപ്പുഴ. ആ കാഞ്ഞിരപ്പുഴയിൽ ഒരു ടൂറിസം പദ്ധതി ഏതാണ്ട് 163 കോടി രൂപയുടെ ടൂറിസം പദ്ധതിയാണ്. ആ ടൂറിസം പദ്ധതിയുടെ പേരിൽ എത്ര കോടി രൂപയാണ് ഇവർ അഴിമതി നടത്തിയത്? ടെൻഡറിൽ പങ്കെടുത്ത കമ്പനികൾ വന്ന് പറഞ്ഞു അവിടെ കിട്ടുന്ന വരുമാനത്തിന്റെ നേർപകുതി ഞങ്ങൾ സംസ്ഥാന സർക്കാർ നൽകാൻ തയ്യാറാണ്. ഏത് കമ്പനിക്കാർ ടെൻഡർ കൊടുത്തത്? വരുമാനത്തിന്റെ 3% സർക്കാരിന് കൊടുക്കുന്നവർ. അതെങ്ങനെയാ? 100 രൂപ കിട്ടിയാൽ, ആ കമ്പനിക്ക് 100 രൂപ കിട്ടിയാൽ ഒരു കമ്പനി വന്ന് പറയാണ് സർക്കാരിനോട് ഞങ്ങൾ 50 രൂപ സർക്കാരിന് തരാൻ തയ്യാറാണ്. അവർക്ക് ടെൻഡർ ഇല്ല.